അജിത് പവാറിന്റെ അനിയൻ രാജേന്ദ്ര പവാറിന്റെ മകൻ രോഹിത് പവാർ കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത്. ഈ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതായത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള അജിത് പവാർ മരിച്ചതല്ല, അദ്ദേഹത്തെ കൊന്നതാണ്. ഇത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം വന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് നിഗൂഢതകളാണുള്ളത്. ഇതൊരു സ്വാഭാവികമായിട്ട് സാധാരണ സംഭവിക്കുന്ന ഒരു അപകടമല്ല. അതായത് ഈ സംഭവം നടന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ക്രൈം പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. അതിൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് അട്ടിമറിയാണ്, ഈ അട്ടിമറിയിലൂടെ അജിത് പവാറിനെ കൊന്നതാണ് എന്നാണ് നമ്മൾ ക്രൈം പുറത്തുവിട്ടത്. അങ്ങനെ പുറത്തുവിട്ട് വെറുതെ പറഞ്ഞതല്ല. മുംബൈയിൽ നിന്ന് എൻ്റെ സുഹൃത്തായ ഒരാൾ, മലയാളി സുഹൃത്തായ പത്രപ്രവർത്തകൻ, കൃത്യമായി ശരത് പവാറിനെയും അജിത് പവാറിനെയും BJP ഷിൻഡെയും ഒക്കെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരാളാണ്. അവിടെയുള്ള പല കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ഒരാളാണ് എന്നെ ഇൻഫോം ചെയ്തത്. ഈ അജിത് പവാറിനെ കൊന്നതാണ്. അതിന് കാരണം അജിത് പവാർ ഈ 2 NCP കളായിരുന്നു. ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള അതായിരുന്നു ഒറിജിനൽ. അത് പിളർന്നിട്ട് ഒരു ഭാഗം മാറിയിട്ട് BJPയോടൊപ്പം ചേർന്നു. ആ BJPയോടൊപ്പം ചേർന്ന അജിത് പവാറിൻ്റെ ഗ്രൂപ്പ് മുന്നോട്ട് പോകുമ്പോൾ പല ഇമ്പോർട്ടൻ്റ് ആയ BJPയുടെ രഹസ്യങ്ങളും ഇപ്പോഴത്തെ ഷിൻഡെയുടെ ഞെട്ടിക്കുന്ന ചില ഇടപാടുകളുടെ രഹസ്യങ്ങളും അജിത് പവാറിൻ്റെ കൈവശം വന്നു. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും അവിടെ നടക്കുന്നതിൻ്റെ പേര് നടക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അദ്ദേഹം ശരത് പവാറുമായി കൂടിച്ചേരുകയും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പല സ്ഥലങ്ങളിലും അവർ ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്തു. ഇത് ഭയങ്കരമായി ചൊടിപ്പിച്ച BJP നേതൃത്വത്തെയാണ്. ഈ സന്ദർഭത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു യാത്രയിൽ അദ്ദേഹം ജനുവരി 28 രാവിലെ ഫ്ലൈറ്റ് മുംബൈയിൽ നിന്ന് ഇതായത്. ഇത് അന്ന് വന്നപ്പം തന്നെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഞാൻ പുറത്തു പറഞ്ഞ കാര്യം ഇപ്പോൾ അത് ശരിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഈ അജിത് പവാറിൻ്റെ മരുമകൻ രോഹിത് പവാർ പത്രസമ്മേളനം വിളിച്ച് വിവരിച്ച് പറഞ്ഞിരിക്കണം. ഒരു പ്രസന്റേഷൻ രൂപത്തിൽ അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ജനുവരി 27 രാത്രിയോടുകൂടി കാറിലായിരുന്നു മുംബൈയിൽ നിന്ന് ഇദ്ദേഹം പൂനെയിലേക്ക് വരേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് അത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അത് ഫ്ലൈറ്റിലേക്ക് മാറി എന്നുള്ളതാണ് ഇയാൾ ചോദിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന പൈലറ്റ് അല്ല ഈ വിമാനം പറത്തിയിരുന്നത്. ആൽക്കഹോൾ കൺസപ്ഷൻ കാരണം സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അത്രയും മോശം ട്രാക്ക് റെക്കോർഡുള്ള സുമിത് കപൂറിനെ പോലുള്ള ഒരു പൈലറ്റിനെ എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് നിയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇദ്ദേഹം ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്നത്. പിന്നെ ഈ ഫ്ലൈറ്റിൽ അതായത് ഒരുപാട് ഫ്യൂവല് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു. ആ അത് അപകടമാണ്. എക്സസീവ് ആയിട്ടുള്ള ഒരു ഫ്യൂവല് ഉണ്ടെങ്കിൽ ബോംബിന് സമാനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇത് 100% ഒരു കോൺസ്പിറസി ആണെന്നാണ് രോഹിത് പവാർ അക്കം നിരത്തി പല കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത്. ഒരു ഇന്റർനാഷണൽ ബോഡി തന്നെ അന്വേഷിക്കാനായിട്ട് വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ അപ്പുറത്തേക്ക് ഈ അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെടും എന്ന് അദ്ദേഹം കൃത്യമായി സംശയിക്കുന്നതിൽ യാതൊരു തെറ്റൊന്നുമില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസി കൊണ്ട് ഇത് അന്വേഷണം പൂർത്തിയാകില്ല. ഇതിനകത്ത് അദ്ദേഹം ബാരാമതിയിലാണ് 7 തവണ MLA ആയിരുന്നത്. ആ 7 തവണയും വലിയ ജനസമ്മതിയോട് കൂടിയിട്ടാണ് അദ്ദേഹം വിജയിച്ചിരുന്നത്. പിന്നീട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണ് ശരത് പവാറിനോടൊപ്പം മാറി വിഘടിച്ച് BJPയിലെ പേര്. ഇതിലപ്പുറത്തേക്കുള്ള ഒരു വലിയൊരു ദുരൂഹത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഭാര്യയെ ഇമ്മീഡിയറ്റ് ഉപമുഖ്യമന്ത്രിയാക്കി എന്നുള്ളതാണ്. ഇത് പാർട്ടി തീരുമാനിച്ചില്ല. പാർട്ടി പറയണം, NCPയുടെ അജിത് പവാർ പക്ഷം പറയണം, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇന്ന ആളെ നിയമിക്കണം. അങ്ങനെയൊന്നുമില്ല. BJP നിശ്ചയിക്കുകയാണ് അജിത് പവാറിൻ്റെ ഭാര്യയെ ഉപമുഖ്യമന്ത്രിയാക്കണം. എന്നിട്ട് പെട്ടെന്ന് സത്യപ്രതിജ്ഞ ചെയ്യാണ്. അതും ദുരൂഹതയാണ്. ഈ ഇത്തരത്തിൽ ദുരൂഹതകളുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നടക്കുന്നത്. എവിടേക്കോ ചീഞ്ഞു നാറുന്ന കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം അജിത് പവാർ പ്ലാൻഡ് ആയിട്ട് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഫ്ലൈറ്റിന്റെ ഒരു കാര്യം കൂടെ ദുരൂഹത ഉണ്ടല്ലോ. ഇതില് VSR വെഞ്ചേഴ്സിന്റെ ലിയർ ജെറ്റ് എന്ന് പറയുന്ന സ്വകാര്യ ഫ്ലൈറ്റിലാണ് ഇദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഒരുപാട് അപകടങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഫ്ലൈറ്റിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേറ്റവും അത് ഫ്ലൈറ്റിനെക്കാട്ടിലും ഉപരി പൈലറ്റിനെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മാറ്റുന്നത് എന്നുള്ളതാണ്. അതെന്തിനാണ്? അത് രാവിലെ പെട്ടെന്ന് പൈലറ്റിനെ മാറ്റുന്നു.
ഒരു പെൺകുട്ടിയെയും 3 വർഷം മുമ്പ് മദ്യപാനത്തിന് സസ്പെൻഡ് ചെയ്ത ഒരാളെയാണ് ഇപ്പം സുമിത് കപൂറിനെയാണ് ഇപ്പൊ അവിടെ പൈലറ്റ് ആക്കിയത്. അയാൾ എക്സസീവ് ഡ്രിങ്ക്, നന്നായിട്ട് ആൽക്കഹോൾ അടിക്കുന്ന ആളായിരുന്നു. ആൽക്കഹോൾ അടിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ കൃത്യവിലോപതയെ തുടർന്ന് മാറ്റിയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാളെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. അപ്പൊ ഇതിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിലെ പല ഇതേപോലെ ഫ്ലൈറ്റ് അപകടങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ പല പ്രമുഖരായ മുഖ്യമന്ത്രിമാരും അതേപോലെ കേന്ദ്രമന്ത്രിമാരും മരിച്ച പല ഫ്ലൈറ്റ് അപകടങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നിലൊക്കെ തന്നെ ദുരൂഹതകളുണ്ട്. കൃത്യമായ ഓപ്പറേഷനോട് കൂടിയിട്ടാണ് ഇത് നടന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ലേസർ ഉപയോഗിച്ചിട്ടുള്ള, എന്നോട് അന്ന് കിട്ടിയത് ലേസർ ഉപയോഗിച്ചിട്ടുള്ള ഒരു അറ്റാക്ക് നടക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും അത് വലിയ പൊട്ടിത്തെറിയായിട്ട്, അതിന്റെ പൊട്ടിത്തെറി എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ കമ്പിളി പൊട്ടിത്തെറിക്കുന്നു, കത്തുന്നു. ഇതാണ് കാണുന്നത്. മിന്നൽ വേഗത്തിലാണ് അത് എല്ലാം നടന്നത്. അത് അസ്വാഭാവികമായിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ ആയിരുന്നു. അതെ, അത് ഈ നിലത്ത് എത്തുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു അറ്റാക്ക്. ആ അറ്റാക്ക് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന അറ്റാക്ക് ആയിരിക്കണമെന്നില്ല, ലേസർ ഉപയോഗിച്ചുള്ള അറ്റാക്ക് ആണെന്നാണ് എന്നോട് ആവാം എന്നാണ് പറഞ്ഞത്. ആര് എന്നോട് റിപ്പോർട്ട് എനിക്ക് അറിയിച്ച ആള്. അപ്പൊ അത് എല്ലാം സംശയിക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം കോട്ട് ചെയ്യാം, അദ്ദേഹത്തിന്റെ അതേ വാചകങ്ങൾ. ഡിസ്പൈറ്റ് ATC ഇൻസ്ട്രക്ടിങ് ലാൻഡിംഗ് ഓൺ റൺവേ 29, ദ പൈലറ്റ് റിപ്പീറ്റഡ്ലി റിക്വസ്റ്റ് റൺവേ 11. അതെന്തിനാണ് ആ ഒരു റൺവേയിലേക്ക് ഇറക്കിയത്? റേസിംഗ് സീരിയസ് കൺസേൺസ്. ദ എയർക്രാഫ്റ്റ് സ്റ്റാൾ വാർണിംഗ് സിസ്റ്റം, എ ക്രിട്ടിക്കൽ സേഫ്റ്റി ഫീച്ചർ, വാസ് എലിഗേറ്റ്ലി സ്വിച്ച്ഡ് ഓഫ് ഡ്യൂറിംഗ് ദ ഫ്ലൈറ്റ്. The cockpit voice recorded captured almost no conversation. Only the last words "oh shit" were recorded. തുടങ്ങിയ രീതിയിൽ അദ്ദേഹം, അതായത് 29 ഇറക്കാനാണ് പറഞ്ഞിട്ടുണ്ടായത്. എന്തുകൊണ്ട് ഇത് 11 ചൂസ് ചെയ്തു? അപ്പം ഇതിലൊക്കെ ഒരു ഉത്തരമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ ഒരു നിഗൂഢതയുണ്ട്. അതായത് ഒരു സ്വാഭാവിക അപകടമല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ നമ്മൾ ഈ അജിത് പവാറിനെ കൊല്ലുകയാണെങ്കിൽ ആർക്കാണ് ഗുണം കിട്ടുക? അല്ല, അജിത് പവാറിനെ കൊല്ലുകയാണെങ്കിൽ അതിന് പിന്നിൽ ആർക്കാണ് ഗുണം കിട്ടുക എന്നുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഏറ്റവും അധികം അദ്ദേഹം കൈവശമുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ചില രേഖകൾ, രാജ്യത്തെ ബാധിക്കുന്നത്, ചില നേതാക്കന്മാരെ ബാധിക്കുന്നത്, അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ, അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് വരുമ്പോഴാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. മഹാരാഷ്ട്ര പോലെയുള്ള വലിയൊരു സംസ്ഥാനത്ത് അതിൻ്റെ മുഖ്യമന്ത്രിയുമായി ചേർന്നുള്ള പല ഇഷ്യൂസും പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രേഖകളുടെ ഒറിജിനൽ കോപ്പി അദ്ദേഹത്തിൻ്റെ, അത് ഇന്ത്യ രാജ്യം തന്നെ നടുങ്ങുന്ന ഒരു സംഭവമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ തന്നെ അജിത് പവാർ ഗ്രൂപ്പ് ശരത് പവാറുമായി ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ പുറത്തു വന്നിരുന്നു. ഈ BJPയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിനെ തന്നെ കൊള്ളയടിക്കും എന്നുള്ള രൂപത്തിലാണ് വാർത്തകൾ. അതുകൊണ്ടാണ് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാറിയ ശേഷം ഒരുമിക്കാം, ശരത് പവാറും അജിത് പവാറും ഒന്നിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയിരുന്നത്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിലേക്ക് പോയി, പിന്നീട് കോൺഗ്രസിലേക്കും അതേപോലെ ശിവസേനയും യോജിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് ഉദ്ദേശിച്ചിരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും മഹാരാഷ്ട്രയിൽ വലിയ അട്ടിമറികൾ നടക്കുമെന്നുള്ള ഉറപ്പായിരുന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കി ഈ സംഭവം നടക്കുന്നത്. തീർച്ചയായും BJPക്കാണല്ലോ ഈ പ്രശ്നം വരുന്നത്. BJPക്ക് അവിടെ അധികാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അത്ര അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നഷ്ടം തന്നെയായിരിക്കും. മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അവിടെ 48 ലോകസഭാ സീറ്റുള്ള സ്ഥലമാണ്. ആ 48 ലോകസഭാ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ അതിന് മേലെയുള്ളത് ആപ്പാടെ ഉത്തർപ്രദേശ് മാത്രമാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അങ്ങനെ വരുമ്പോൾ അത് മഹാരാഷ്ട്ര കൈവശം വെക്കേണ്ടത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമാണ്. കഴിഞ്ഞ തവണ ലോക്സഭ ഇലക്ഷനിൽ NDAക്ക് വലിയ പരാജയം കിട്ടിയിട്ടുള്ള സ്ഥലമാണ് മഹാരാഷ്ട്ര. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നീട് അട്ടിമറിയോടുകൂടി ഇവർ വിജയിക്കുക ചെയ്തത്. ലോകസഭയിലെ നോക്കിക്കഴിഞ്ഞാൽ അതേ മുന്നണി കുറഞ്ഞ സമയം കൊണ്ട് നിയമസഭ മത്സരിച്ചപ്പോൾ എങ്ങനെ BJPക്ക് അധികാരം കിട്ടി എന്നുള്ള വലിയ ചർച്ചകൾ നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളുടെ വ്യക്തമായ തെളിവുകളും ഈ അജിത് പവാറിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ലോക്സഭയിൽ 30ഓളം സീറ്റുകൾ ആർക്ക് കിട്ടിയത്? കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയത്. ബാക്കി 18 സീറ്റാണ് BJP മുന്നണിക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു 6 മാസം പോലും നിന്നില്ല. അതിന് മുമ്പായിട്ട് നടന്ന നിയമസഭാ ഇലക്ഷനിൽ അട്ടിമറി നടത്തിയതിന്റെ കൃത്യമായ തെളിവ് അജിത് പവാറിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ സന്ദർഭത്തിലാണ് അജിത് പവാർ ശരത് പവാറിലേക്ക് വരുന്നതും. അങ്ങനെ ഇതിന്റെ തെളിവുകളെല്ലാം തന്നെ ഇഷ്യൂസ് തന്നെ രാജ്യത്താകമാനം കോളയിലക്കമുണ്ടാക്കും എന്നുള്ള ഒരു സംഭവത്തിലേക്ക് ചില പത്രങ്ങളൊക്കെ വാർത്ത വന്നിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഈ വിധത്തിൽ വരുമ്പോൾ അത് രാജ്യത്ത് നരേന്ദ്രമോദിയെ പോലും അതേപോലെ അമിത്ഷായെ പോലും BJP നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള
ഹൈ എക്സ്പ്ലോസീവ് വാർത്തയായി മാറുമായിരുന്നു, പ്രശ്നമായി മാറിയിരുന്നു. എന്താണ് രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വോട്ട് ചോരി, അത് തന്നെ തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇതിലൂടെ അദ്ദേഹം ആ BJPന്റെ കൂടെ നിന്നപ്പോൾ കിട്ടിയ വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിടാൻ തയ്യാറായി നിൽക്കുന്ന സന്ദർഭ. അങ്ങനെ ഏറ്റവും വലിയൊരു സംഭവത്തിന്റെ അവസാനിപ്പിക്കാൻ വേണ്ടി, പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കൊലപാതകമായിട്ട് അല്ലെങ്കിൽ അട്ടിമറിയായിട്ട് നമുക്ക് ഇതിനെ കാണാം. നേരത്തെ ഇതിന്റെ പിന്നിൽ അമിത്ഷായാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സൂചിപ്പിച്ച അമിത്ഷാ അറിയാതെ ഇത്തരം കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. കാരണം രാജ്യത്ത് ഇത്രയും ഗുരുതരമായ ഒരു കാര്യം നടക്കണമെങ്കിൽ അമിത്ഷായോ അതേപോലെ നരേന്ദ്രമോദി അറിയാൻ നടക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ അറിയാതെ TP ചന്ദ്രശേഖരനെ കൊല്ലുക എന്ന് വിശ്വസിക്കുന്ന ആളെന്ന് വെച്ചാൽ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. TP ചന്ദ്രശേഖരനെ കൊല്ലണമെങ്കിൽ പിണറായി വിജയൻ വിചാരിക്കണം. അദ്ദേഹം വിചാരിക്കാതെ TP ചന്ദ്രശേഖരനെ തൊടില്ല. ശബരിമല കൊള്ള നടക്കണമെങ്കിൽ പിണറായി വിജയൻ അറിയണം. ഒരു സാരി സ്വർണ്ണം അവിടെ നിന്ന് മോഷ്ടിക്കാൻ അവിടെയുള്ള ആർക്കും ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ പിണറായി വിജയൻ അറിവോടുകൂടി നടത്തുന്ന പ്ലാനുകളും പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി പറയുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള തെളിവുകൾ എൻ്റെ അടുത്തുണ്ട്, പല തെളിവുകൾ അദ്ദേഹം നടത്തിയുള്ള തട്ടിപ്പുകൾ. അതേപോലെ തന്നെയാണ് ഈ കാര്യത്തിൽ BJPക്ക് ഭയങ്കര തലവേദന ഉണ്ടാക്കുന്ന ഒരാളെ, നാളെ ഈ പ്രശ്നമാകാൻ പോകുന്ന ആളെ കൊന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ അറിവിന്റെ അടിസ്ഥാന ഒരു ഉത്തമ വിശ്വാസത്തിൽ പറയുന്നതാണ്. ഇപ്പം അതിന്റെ തെളിവല്ലേ അവരെന്നെ പറയുന്നത്. രോഹിത് പവാർ തന്നെ കൃത്യമായിട്ട് പറയുന്നു ഇതൊരു കോൺസ്പിറസിയാണ്, 100% ഒരു കോൺസ്പിറസിയാണ്. അപ്പൊ അത് ഒരു കോൺസ്പിറസി ആവാനാണ് സാധ്യത. ശരിയായ അന്വേഷണം നടത്തിയാൽ അതിന്റെ എത്തിപ്പെടുന്നത് അങ്ങേ തലത്തിലായിരിക്കും എന്നും കൂടി നമുക്ക് കരുതാം. ഇപ്പോൾ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടം നമുക്കറിയാം, 250ഓളം ആളുകൾ മരണപ്പെടുകയുണ്ടായി. കൃത്യമായിട്ടുള്ള യാതൊരു അന്വേഷണ റിപ്പോർട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല, എന്താണ് കാരണം അതിന് പിന്നിലെന്നും. അപ്പം നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അന്വേഷണ ഏജൻസികൾ നമ്മൾ ശരിയായ വിധത്തിലല്ല വഴിതെറ്റിക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അങ്ങനെ അതുകൊണ്ട് അതിലുള്ള വിശ്വാസത നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. ഏറ്റവും തെളിവ് ഇതാ, കേരളത്തിൽ എന്തുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും അതുപോലെ ലൈഫ് മിഷൻ തട്ടിപ്പും അതുപോലെ നമ്മുടെ ഷോൺ ജോർജ് പുറത്തു കൊണ്ടുവന്ന നമ്മുടെ പിണറായി വിജയന്റെ മകളുടെ പേരിലുള്ള കേസും കരിമണൽ കർത്തയുടെ കേസും ഒക്കെ അന്വേഷിക്കാത്തത് കൃത്യമായിട്ട്? എന്തുകൊണ്ട് ഇതുവരെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ട് ലാവ്ലിംഗ് 90 തവണ മാറ്റിവെച്ചിട്ട് എടുക്കാത്തത്? ഇത് കേന്ദ്രത്തിന്റെ തീരുമാനമാണ്. അപ്പൊ അന്വേഷണ ഏജൻസികൾ അവരുടെ കളിപ്പാവകളായി മാറുന്നു എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ആരെ കൊല്ലണം, ആര് ജീവിക്കണം എന്ന് പോലും, ആര് ജയിക്കണം എന്ന് തീരുമാനിക്കുന്ന പോലെ ടെക്നോളജി വളർന്നൊരു കാലഘട്ടമാണ്. കാരണം ഇന്ത്യ വളർന്നു പോവുക ടെക്നോളജിയിലും. നമ്മളെ ആയുധത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ലേസർ ഉപയോഗിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയ എക്യുപ്മെന്റ്സ് നമ്മൾ ഇവിടെ ഇരുന്നാണ് ഇവിടെ വെച്ച് കൊല്ലാൻ നമ്മളെ കഴിയാവുന്ന സാധനങ്ങളുണ്ട്. നമ്മളറിയില്ല, ബം എന്ന് പറഞ്ഞു വരും, നമ്മൾ കത്തിപ്പോവും. അങ്ങനെയല്ലേ പലരെയും ഇറാനിലുള്ള പല ആളുകളെയും ഇസ്രയേൽ കൊന്നത്. ഇസ്രയേലിന്റെ എല്ലാ ടെക്നോളജിയും ഇന്ത്യക്കും കിട്ടുന്നുണ്ട്.